ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ വിദാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിരിസംഭൂതൻ രാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 130ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെ 27 മുതൽക്കുള്ള സർഗങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടതുള്ളത്. ബാല്യത്തിന് ശേഷം സുഗ്രീവനെ കിഷ്കിന്ധാധിപതിയായി വാനരാധിപനായി അഭിഷേകം ചെയ്തു. രാമനും ലക്ഷ്മണനും മഴക്കാലം കഴിയുന്നതുവരെ പ്രസ്രവണ പർവ്വതത്തിൽ ഒരു ഗുഹയിൽ കഴിയുകയാണ്. ആ ഘട്ടം വരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉള്ള സംഭവങ്ങളാണ് 27 മുതൽക്കുള്ള അധ്യായത്തിലുള്ളത്. അവിടെ അതെന്ന് പറയും, അഭിഷിക്തേത് സുഗ്രീവേ പ്രവിഷ്ടേ വാനരേ ഗുഹാം ആജഗാമ സഹഭ്രാത രാമ പ്രസ്രവണം ഗിരിയും. രാമൻ പ്രസ്രവണ പർവ്വതത്തിലേക്ക് പോയി. അഭിഷിക്തേത് സുഗ്രീവനെ അഭിഷേകം ചെയ്തു, മർക്കടാധിപനായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അവരെന്തൊക്കെ ചെയ്തു എന്നാണ് അവർ കുറേയെല്ലാം ആ വർണ്ണനയാണ്. 27-28 സർഗങ്ങളിലൊക്കെ സാമാന്യം ദീർഘമായ പ്രകൃതി വർണ്ണനയും മഴക്കാലത്തിൻ്റെ വർണ്ണനയൊക്കെയാണ് ഉള്ളത്. അവിടെ ഈ പ്രസവണപർവ്വതത്തിനെ വർണ്ണിക്കുകയാണ്. ശാർദൂലമൃഗസങ്കുഷ്ടം സിംഹൈർ ഭീമൈർ ഭീമരവൈർവൃതം നാനാകുത്മലതാകൂഢം ബഹുപാദപസങ്കുലം. പുലികളെയും മാനിൻ്റെയൊക്കെ വലിയ ശബ്ദങ്ങളോട് കൂടിയതാണ് ആ വനപ്രദേശം. അവിടെ ധാരാളം പൊന്തക്കാടുകളും വള്ളികളും വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞതാണ്. കരടി, വാനരന്മാർ, പലതരത്തിലുള്ള കുരങ്ങുകൾ, കാട്ടുപൂച്ചകൾ മുതലായതൊക്കെ വിഹരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാട്ടിലാണ് 4 മാസത്തോളം അവർ കഴിയണം. മഴക്കാലം കഴിഞ്ഞിട്ട് വേണം വാനരന്മാരെ സീതാന്വേഷണത്തിന് വേണ്ടി അയക്കാൻ. അതുവരെ മഴക്കാലം കഴിയുന്നവരെ അവിടെ താമസിക്കാൻ അവർ പുറത്തതാണ്. അങ്ങനെ ഇരിക്കെ ആ സുഗ്രീവൻ വന്നിട്ട് വിനീതനായിട്ട് രാമനോട് പറയുന്നുണ്ട്, അങ്ങ് എൻ്റെ നാട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗ്രാമത്തിലോ നഗരത്തിലൊന്നും ഈ വനവാസം കഴിയുന്നത് വരെ പ്രവേശിക്കില്ല എന്നതാണ് പ്രതിജ്ഞ, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ രാമലക്ഷ്മണന്മാരെങ്ങനെ കഴിച്ചുകൂട്ടി എന്നാണ് പിന്നീട് വിസ്തരിക്കുന്നത്. രാമൻ ആ വനപ്രദേശത്തിൻ്റെ മനോഹാരിതയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ലക്ഷ്മണനോട് പറഞ്ഞത്, അയ്യങ്കിരി ഗുഹാരമ്യ വിശാലായുക്തമാരുത അസ്യം വസ്യാമ സൗമിത്രേ വർഷരാത്തമരിന്ദമാം. അല്ലയോ ശത്രുക്കളെ നിഗ്രഹിക്കുന്നവരെ, അല്ലേ ലക്ഷ്മണ, നമുക്ക് വർഷകാലം കഴിയുന്നവരെ ഈ ഗുഹയുടെ അടുത്ത് ഈ വനത്തിൽ കഴിയാം. ഇത് വളരെ സുഖപ്രദമായതാണ്. രമ്യ എന്നാണ്, വളരെ മനോഹരമായിരിക്കുന്നതാണ്. ഇവിടെ വടക്കിഴക്ക് ഭാഗത്തായുള്ള ഗുഹയായതുകൊണ്ട് വളരെ നന്നായി. പിൻഭാഗം കുറച്ച് ഉയർന്നിരിക്കുന്നതുകൊണ്ട് കാറ്റിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ധാരാളം മൃഗങ്ങളുടെയും വിഹാരങ്ങളൊക്കെ കാണാൻ സാധിക്കും. മിനുസമുള്ളതായ മനോഹരമായ കൃഷ്ണശില ഉണ്ട്. പിളർന്ന അഞ്ജനത്തിൻ്റെ വാളി പോലെ മനോഹരമാണത്. നമുക്ക് ഈ പ്രകൃതിയെ വർണ്ണിക്കാൻ കിഴക്കോട്ടൊഴുകുന്ന ഈ പുഴ തീരെ ചെളിയില്ലാത്തതാണ്. എല്ലാ തരത്തിലും സുഖപ്രദമായ വാസത്തിന് നല്ലതാണ്. ഇവിടെ ആകട്ടെ പലതും ഈ നദിയിലൂടെ ഒഴുകുന്നുണ്ട്. ചന്ദനം, മയിലുകൾ, സാലം, പച്ചില മരങ്ങൾ, അതൊക്കെ മരങ്ങൾ ഈ നദീതീരത്ത് സമൃദ്ധിയായിട്ടുണ്ട്. ആകപ്പാട് സുഖമുള്ളതാണ്. പിന്നെ ധാരാളം ചെടികളെ പറ്റിയും വള്ളികളെ പറ്റിയൊക്കെ അവിടെ പറയും. നീർവഞ്ഞി, തിമിതം, ഇലഞ്ഞി, കൈത, ഈന്ത, തൊടുകാര, കടമ്പ്, ചൂരൽ വള്ളി, ഇങ്ങനെ പലതരത്തിലുള്ള ചെടികളും വള്ളികളും മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്നതാണ്. ആകപ്പാടെ പ്രകൃതി മനോഹരമാണെന്ന് പറയാൻ. ചക്രവാകങ്ങളുടെ കുതിരകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രദേശത്താണ് അവർ കഴിയുന്നത്. അവർ പറഞ്ഞു,
ഏതായാലും നമുക്ക് 4 മാസം കൂടെ കഴിയാം. സുഗ്രീവൻ്റെ കിഷ്കിന്ധ അവിടെ നിന്ന് വളരെ ദൂരത്തല്ല. കിഷ്കിന്ധയിൽ ആ സുഗ്രീവൻ ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നുണ്ടാവാം എന്നൊക്കെ വളരെ ഖേദത്തോടെ പറയുന്നത്. ലബ്ധ്വാ ഭാര്യാങ്കപിവര പ്രാപ്യം രാജ്യം സുഹൃദ്വ്രത ധ്രുവം നന്ദതി സുഗ്രീവ സംപ്രാപ്യ മഹതീം ശ്രയം. ആ സുഗ്രീവൻ മഹത്തായ ഐശ്വര്യമൊക്കെ നേടിയ ശേഷം ഭാര്യയെ തിരിച്ചു കിട്ടി അവിടെ സുഖമായി വാഴുന്നുണ്ടാവും. ഞാനിപ്പോഴും ഇങ്ങനെ ഭാര്യാവിരഹിതനായിരിക്കുന്നല്ലോ എന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. ഇങ്ങനെ കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിന് അവിടുത്തെ അതിലുള്ള മനപ്രയാസമൊക്കെ പ്രകടിപ്പിച്ചു. ചന്ദ്രൻ ഉദിച്ചു വരികയാണ്. ഉദിച്ചു വരുന്ന ചന്ദ്രനൊക്കെ കാമികൾക്ക്, പ്രത്യേകിച്ച് വിരഹം അനുഭവിക്കുന്നവർക്ക് വളരെ ക്ലേശം ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് രാമൻ്റെ മനസ്സാകപ്പാടെ അസ്വസ്ഥമായി. ഹൃദാം ഹി ഭാര്യാം സ്മരത പ്രാണേഭ്യോ വിഗരീയസിം ഉഭയാഭ്യുദിതം ദൃഷ്ട്വാ ശശങ്കഞ്ച വിശേഷത ആവിവേശ നതം നിദ്ര നിശാസു ശയനംഗതം തത്സമുത്ഥേന ശോകേന ബാഷ്പോപഹതചേതനം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞതോട് കൂടിയിട്ട് ആ മനസ്സിലേക്ക് ഈ വിരഹ ദുഃഖങ്ങളൊക്കെ ആവേശിച്ചു. അതൊന്നും രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. വളരെ ക്ലേശത്തിലായി എന്നാണ്. ഇങ്ങനെയുള്ള ദുഃഖിതനായിരിക്കുന്ന മനസ്സ് കെട്ടവനായ ആ രാമനെ കണ്ടിട്ട് ആശ്വാസവചനങ്ങളൊക്കെ പറഞ്ഞു ലക്ഷ്മണൻ. തുല്യദുഃഖോഭ്രവിഭ്രാത ലക്ഷ്മണോ അനുനയം വജ അലംബീരം വ്യഥാംഗത്വാനത്വം ശോചിതം അനുസസി. ജ്യേഷ്ഠനോടും പറയുകയാണ്, ഇത് അങ്ങ് ദുഃഖം മതിയാക്കുക, അല്ല മതി ഈ ദുഃഖമൊക്കെ, അങ്ങ് ഞാൻ ദുഃഖിതനായാൽ പറ്റില്ല. കാരണം ദുഃഖം എല്ലാ തരത്തിലുള്ള പൗരുഷത്തെയും കെടുത്തിക്കളയും. അങ്ങ് നത്വം ശോചിതം അനുസസി, ഇങ്ങനെ ദുഃഖിക്കാൻ അർഹനായവനല്ല, ദുഃഖിക്കേണ്ടവനല്ല. ശോചതോ ഹ്യവസീതന്തി സർവാർത്ഥാവിദിതം ഹിതേ. ഹിതമായ കാര്യങ്ങളിലും തങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യങ്ങളിലും പോലും ഈ ദുഃഖം വിഘ്നം ഉണ്ടാകും. ദുഃഖത്തിൽ പെട്ടു കഴിഞ്ഞാൽ ഉത്സാഹമൊക്കെ കുറയും. അതുകൊണ്ട് അങ്ങനെ ദുഃഖിക്കരുത്. ഏതായാലും കർമ്മനിഷ്ഠയുള്ളവനാണ്, ദേവപരായണനാണ്. അതുകൊണ്ട് അങ്ങക്ക് കാര്യമായ വിഷമങ്ങളുണ്ടാവില്ല, ഉത്സാഹപൂർണ്ണനായിരിക്കുമെന്നൊക്കെ. സമർത്ഥസ്ത്വന്റണേഹന്നും വിക്രമേ ജിഹ്മകാരണം. അങ്ങ് ഈ ദുഃഖത്തിന് ഭാര്യാപഹരണ ദുഃഖം ഉണ്ടാക്കാനായ ആ രാവണനെ വധിക്കാനൊക്കെ അങ്ങ് സമർത്ഥനാണ്. അങ്ങ് ഭാര്യയെ തിരിച്ചു കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പൃഥിവീമ വികാകുസ്ത സസാഗരവനാഥലാം പരിവർത്തയിതും ശക്ത കിം പുനസ്ത്വം ഹി രാവണം. സാഗരങ്ങളോടും പർവ്വതങ്ങളോടും കൂടിയതായ ഈ ഭൂമി മുഴുവൻ കീഴടക്കാൻ ശക്തിയുള്ളവനാണ് അങ്ങ്. അങ്ങനെ ഇരിക്കെ ആ രാവണനെ പറ്റി എന്ത് പരിഭ്രമിക്കാനാണ്? രാവണനൊക്കെ നേരിടാൻ, രാവണനെ കീഴടക്കാൻ, രാവണനെ വധിക്കാൻ എന്നൊക്കെ. അതുകൊണ്ട് അങ്ങ് വീര്യത്തെ കെടുത്തിക്കളയുന്നതായി ദുഃഖം ഉപേക്ഷിക്കൂ എന്നൊക്കെയാണ് ലക്ഷ്മണൻ ഉപദേശിച്ചത്. അഹം തുവരുതേ വീര്യം പ്രസുപ്തം പ്രതിബോധയെ ദീപ്തൈരാഹുതിഭിക്കാരേ ഭസ്മച്ഛന്ന വിവാഹനം. ഞാൻ അങ്ങയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൗരുഷത്തൊക്കെ ഉയർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തു. രാമൻ പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവനായ നീ എനിക്ക് അടുത്തുള്ളവരുടെ നന്നായി ഭഗവാൻ പറയേണ്ടത് തന്നെയാണ് പറഞ്ഞത്. അനുജനാന്ന് വിചാരിച്ചിട്ട് ജ്യേഷ്ഠനെ ഉപദേശിക്കരുതൊന്നുമില്ലല്ലോ. കാരണം ജ്യേഷ്ഠനായ എന്നോട് നീ പറഞ്ഞതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. വാക്യം യത് അനുരക്തേന സ്നിഗ്ധേന ചഹിതേന ച സത്യവിക്രമയുക്തേന തദുക്തം ലക്ഷ്മണത്വയാ. ലക്ഷ്മണ, നീ പറഞ്ഞ വാക്കുകളൊക്കെ മാന്യമായ വാക്കാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശരൽക്കാലം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം മഴവിൻ്റെ കാലമാണ്, കഴിഞ്ഞിട്ട് വേനൽക്കാലം വരുന്നവരെ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കാമെന്ന് പറയാൻ. തദേവയുക്തം പ്രണിധായ ലക്ഷ്മണകൃതാഞ്ജലിസ്തനിപുജ്യ ഭാഷിതം ഉവാചരാമം സ്വഭിരാമദർശനം പ്രദർശയൻ ദർശനമാത്മന ശുഭം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ആത്മദർശനായ രാമനോട് കൂടിയിട്ട് കഴിഞ്ഞു. അതിനിടയ്ക്ക് മഴക്കാലം വന്നു ചേർന്നു. വലിയ മഴക്കാലത്തെ വർണ്ണിക്കുകയാണ്. 28ാമത്തെ അധ്യായം മുഴുവൻ മഴക്കാലത്തിൻ്റെ വർണ്ണനയാണ്. മഴക്കാലത്ത് പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ, ജീവജാലങ്ങൾക്കുണ്ടാകുന്ന മനോഭാവമുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അയം സകാല സംപ്രാപ്ത സമയോദ്യജലാഗമ സമ്പശ്യ ത്വം നഭോ മേഘൈ സംവൃതം ഗിരിസന്നിഭൈ. മലകൾ പോലെ വലിയ കാർമേഘങ്ങളിൽ ആകാശം നിറഞ്ഞിരിക്കുന്നു. വലിയ പർവ്വതം പോലെ തോന്നും മേഘങ്ങൾ നീങ്ങുന്നതാണ്. അങ്ങനത്തെ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഴക്കാലാസനമായി കണ്ടു. ശക്യമമ്പരമാരുഹ്യ മേഘസോപാനപങ്ക്തിഭി
കുടജ അർജുനമാല അലങ്കർത്തുന്തി ഭാഗര. യഥാർത്ഥത്തിൽ ഈ മേഘങ്ങളുടെ ഈ സോപാനത്തിലൂടെ ഓരോ പടിയും കടന്നിട്ട് ആ സൂര്യൻ പോകുന്ന പോലെ തോന്നും. അതായത് ഈ പർവ്വതം പോലെ തോന്നിക്കുന്ന ആ മേഘങ്ങളെ പർവ്വതമായിട്ട് കണക്കായിട്ട് പറയാൻ അതിൻ്റെ മേലെ കയറിയിട്ട് കുടകപ്പാലയും നീർമരുന്നും കൊണ്ടൊക്കെ ഉള്ളതായ പൂക്കൾ ഉണ്ടാക്കിയ മാല സൂര്യനെ ചാർത്താൻ കഴിയുന്നത് തോന്നിപ്പോവും. സന്ധ്യാകാലത്തുണ്ടാകുന്ന ചുവപ്പ് രാശിയും അറ്റങ്ങളുള്ള വെളുപ്പമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നനഞ്ഞ മേഘത്തുണി കീറുകൊണ്ട് ആകാശം മുറിവ് കെട്ടിയിരിക്കുകയാണെന്ന് തോന്നും. പലതരത്തിലുള്ള ഭാവനകളാണ്. മനോഹരമായ വർണ്ണനയാണ്. സാമാന്യം ദീർഘമായതാണ്. അവിടെ പറഞ്ഞ മേഘക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതായ ശീതളമായ ആ കാറ്റിനെ കൈക്കൊള്ളുന്നതുകൊണ്ട് കോരി കുടിക്കാൻ തോന്നും. കാറ്റിനെ കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല, അത് തോന്നുന്നു പറയാണ്. അങ്ങനെ ശീതളമായ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു പോതാ. കൊജിൻ ബാഷ്പാഭി സംരുദ്ധൻ വർഷാഗമസോത്സുകാൻ കുടജൻ പശ്യതോ ഇന്ദ്രേ പുഷ്പിതൻ ഗിരിസാനുഷൂ. അല്ലെങ്കിൽ ലക്ഷ്മണൻ അവിടെ നോക്കൂ, പർവ്വസാനുക്കളിൽ ചിലയിടത്തൊക്കെ മഴക്കാലത്തിൻ്റെ ആഗമനം കൊണ്ട് തഴച്ച് പൂത്ത് നീർത്തുള്ളികൾ ഇറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന നീർമരുതുകളുണ്ട്. ഇതൊക്കെ സാധാരണത്തിൽ മനോഹരമായ ദൃശ്യങ്ങളാണെങ്കിലും വിരഹിയായ എനിക്ക് ദുഃഖമാണ് ഉണ്ടാക്കുന്നത് രാമൻ പറയാണ്. ഇത് കാവ്യങ്ങളിൽ ചില സങ്കേതങ്ങളാണ്. കാമിനി കാമുകന്മാർ വിരഹതാപം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് സ്വതേ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ പോലും വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് സങ്കല്പമാണ് ഇതിൽ പറയുകയാണ്. ഇതങ്ങനെ കുറേ പറയുന്നില്ല. വണ്ടുകളൊക്കെ നന്നായിട്ട് പറന്ന് നടക്കുന്നത്. രസാകുലൻ ഷഡ്പദ സന്നികാശം പ്രഭുജ്യതേ ജംബുഫലം പ്രകാമം അനേകവർണ്ണം പവനാവധൂതം ഭൂമോ പതത്യാമ്രഫലം വിഭക്വം. ഈ മാങ്ങകളൊക്കെ വീഴുന്നുണ്ട്. ഇങ്ങനെ പല ചെടികളിലുള്ള കായ്ക്കളൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ സാമാന്യം വിസ്തരിച്ചിട്ട് പറയാൻ. വണ്ടിനെ പോലെ കറുത്തിരിക്കുന്ന ഞാവൽ പഴങ്ങൾ വേണ്ടുവോളം നമുക്ക് ഭക്ഷിക്കാൻ കഴിയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതായി. ഈ കാർമേഘങ്ങളുടെ ആധിക്യം കൊണ്ട് സൂര്യൻ ഉദിച്ചു അസ്തമിക്കുന്നൊന്നും നേരിട്ട് മനസ്സിലാവില്ല. സൂര്യബിംബത്തെ കാണാൻ തന്നെ ഇല്ല. പക്ഷെ പക്ഷികൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രഭാതമായിരുന്നു, താമരകളൊക്കെ വിരിയുമ്പോഴും പ്രഭാതമായിരുന്നു മനസ്സിലാവും. അതേപോലെ പക്ഷികൾ തിരിച്ച് കൂട്ടിലേക്ക് വരുമ്പോൾ സന്ധ്യാസമയമായിരുന്നു മനുഷ്യർ ഊഹിക്കാൻ കഴിയും ഒക്കെയാണ് അവിടെ പറയുന്നത്. അല്ല സൂര്യൻ്റെ ഉദയാസ്തമയം നേരിട്ട് കാണുന്നില്ല എന്നർത്ഥം. അത് മനോഹരമായ പദ്യങ്ങളാവിടുതാ. കൊതിൽ പ്രഗീതായവ ഷഡ്പദൗഘൈഹി കൊതിൽ പ്രനൃത്തായവ നീലകണ്ഠി കൊതിൽ പ്രമത്തായവ വാരണേന്ദ്രൈ വിഭന്ധ്യനേക ആശ്രയിണോ ഫലാന്താ. ഈ വനത്തിൻ്റെ ചിലതിക്കലെന്ത് ചെയ്യുന്നു, വണ്ടിൻ കൂട്ടങ്ങൾ പാട്ടുപാടി സമർക്കുകയാണ്. ചിലയിടത്ത് മയിലുകൾ ഗംഭീരമായി ആടുന്നു, ചിലയിടത്ത് മാനുകൾ മതം പൂണ്ട് തകർക്കുകയാണ് എന്നൊക്കെ ഈ വനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴക്കാലത്തുണ്ടായ ദൃശ്യങ്ങളൊക്കെ പറയാൻ. മയിലാടുന്നു കൗതുകാൽ എന്നൊക്കെ കവി എഴുതുമല്ലോ. മഴക്കാറ് കാണുന്ന ഈ മയിലുകൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ വളരെയധികം ഭംഗിയുള്ള കുറേ പദ്യങ്ങളിവിടെ എഴുതിയിട്ടുണ്ട്. വഹന്തി വർഷന്തി നദന്തി ഭന്തി ധ്യായന്തി നൃത്യന്തി സമാശ്വസന്തി നദ്യോഗനാമത്തഗജാവനന്ദാ പ്രിയാവിഹീനാശീനപ്ലവംഗമാ. ഇങ്ങനെ നദികൾ ഒഴുകാണ്, മേഘങ്ങൾ പെയ്തുകൊണ്ടിരിക്കുന്നു, മത്തഗജങ്ങൾ ചിഹ്നം വിളിക്കുന്നു, വനാന്തരങ്ങളൊക്കെ ശോഭിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഋതുവർണ്ണ നടത്തുകയാണ്, മഴക്കാലത്തെ വർണ്ണിക്കുകയാണ്. ഇതൊക്കെ കാവ്യങ്ങളുടെ ലക്ഷണമാണ്. ആദ്യകാവ്യമായി നമ്മൾ മാനിക്കുന്ന വാൽമീകി രാമായണത്താണ്. വാൽമീകി രാമായണത്തിലൊക്കെയുള്ള ഈ വർണ്ണാവിശേഷങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് സംസ്കൃത സാഹിത്യ മീമാംസകന്മാരൊക്കെ മഹാകാവ്യങ്ങളിൽ നിന്നൊക്കെ വർണ്ണിച്ചിരിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. അതിനൊക്കെ ആദ്യ മാതൃക ഈ വാൽമീകിയുടെ കൃതിയാണ്. പിന്നീടുള്ള കാവ്യകാരന്മാർ പറയുന്നുണ്ട്, നഗരാർണവ ശൈലാർത്ഥം ചന്ദ്രകൗദയവർണ്ണനീ കുമാരശല്യ ക്രീഡാ മധുപാലരഥോത്സവി. ഇങ്ങനെ ഇന്ന വിഷയങ്ങളൊക്കെ കാവ്യങ്ങളിൽ വർണ്ണിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് നഗരാർണവ ശൈലർത്തു. നഗരത്തെക്കുറിച്ച്, അർണവ സമുദ്രത്തെക്കുറിച്ച്, ശൈല പർവ്വതങ്ങളെക്കുറിച്ച്, ഋതുകാലങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കണമെന്നാണ്. അങ്ങനെയുള്ളൊരു വലിയ ഋതുകാല വർണ്ണനയാണ് ഇവിടെ കണക്കുന്നത്. കദംബ സർജ അർജുനകുന്തളധ്യാപനന്തഭൂമിൻ മധുവാരി ഉണ്ണ മയൂരമത്താവിരുത പ്രനൃത്തൈർ അപാനഭൂമി പ്രതിമാ വിഭാതി എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. കടമ്പ്, വേഗ, മരുത് മുതലായ തളിരുകൾ കൊണ്ടുള്ള അലങ്കാരം ഉണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നതാണ്. മയൂരങ്ങൾ, തേലുകൾ,
മയിലുകൾ നൃത്തം ചെയ്യുന്നുണ്ട്. ഷഡ്പദങ്ങൾ ഇഷ്ടംപോലെ തേന് കുടിച്ച് വീണക്കമ്പി വിട്ടുന്ന നാദത്തോടു കൂടിയ അവയാണ് എന്നൊക്കെ സാമാന്യം നോക്കിയ 10-66 ശ്ലോകങ്ങളിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് പറയാൻ എളുപ്പമല്ല. അതൊക്കെ കാവ്യഭാവനകളും സൗന്ദര്യ ദർശനമൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞു ഏതായാലും കാലം കഴിയുമ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് വേണം എന്ന് എഴുതാൻ. തസ്മാൽ കാലം പ്രതീക്ഷോഹം സ്ഥിതോ അസ്മി ശുഭലക്ഷണ. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാണ്? ശുഭലക്ഷണനായിരിക്കുന്ന ലക്ഷണ നമ്മൾ കാലം പ്രതീക്ഷിച്ചിട്ട് മഴക്കാലം കഴിഞ്ഞിട്ട് അവരിവിടെ കാത്തിരിക്കുന്ന നിവൃത്തിയുള്ളൂ. അപ്പോഴേക്ക് എന്ത് ചെയ്യും? ആകാശവും തെളിയും, സുഗ്രീവനും തെളിയും, സുഗ്രീവൻ്റെ മനസ്സും തെളിയും, നമുക്ക് അനുകൂലമായിട്ടാണ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലമൊക്കെ കഴിഞ്ഞു. വർഷത്തെ 2-3 മാസം കഴിഞ്ഞ സമയത്ത് സുഗ്രീവൻ രാമനോട് വാഗ്ദാനം ചെയ്ത സംഗതികളൊന്നും പാലിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് ഒരിക്കലും ഹനുമാൻ സുഗ്രീവനെ ഉപദേശിക്കുന്ന ഭാഗമാണ് പിന്നെയുള്ളത്. 29-ാം സർഗത്തിലതാണ്. അതായത് 4 മാസം കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അതിന് വേണ്ട മുന്നൊരുക്കങ്ങളൊന്നും ചെയ്യുന്നില്ല സുഗ്രീവൻ എന്ന് ഹനുമാന് തോന്നിയ കുറേ ശരിയാണ്. പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. സുഗ്രീവനായിട്ട് വളരെ കാലം ദുഃഖം അനുഭവിച്ച് പർവ്വത ഗുഹകളിൽ കഴിഞ്ഞതാണല്ലോ. ഇപ്പോൾ ഭാര്യയും രാജ്യമൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് സുഖോന്മത്തനായി ഈ കാമഭോഗാദി സുഖങ്ങളിലൊക്കെ ഭ്രമിച്ച് രാജകീയമായ സുഖഭോഗങ്ങളൊക്കെ ആസ്വദിച്ച് കഴിയാൻ ആ സമയത്ത് ഹനുമാൻ ചെന്നിട്ട് സുഗ്രീവനെ ഉപദേശിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് 29-ാം സർഗം. സമീക്ഷ വിമല അവ്യോമാഗതൻവലാഹക. മഴക്കാലങ്ങളൊക്കെ പോയി തുടങ്ങി, ആകാശമൊക്കെ തെളിഞ്ഞു, മഴക്കാലം കഴിയാറായി എന്നർത്ഥം. ആ സമയത്ത് ആണ് ഹനുമാൻ ചെന്നിട്ട് സുഗ്രീവനെ ഉപദേശിക്കുന്നത്. സുഗ്രീവനായിട്ട് എന്താ ചെയ്തത്? സമർത്ഥാർത്ഥം സുഗ്രീവം മന്ദധർമാർത്ഥ സംഗ്രഹം എന്നാണ്. തനിക്കിൻ്റെ ധർമ്മമാർഗത്തിൽ ചരിക്കുന്നതിൽ അമാന്തമുള്ളവനാണ്. തിരക്കിട്ടൊന്നും ചെയ്തില്ല എന്നർത്ഥം. ഇപ്പോഴും തനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. രാജ്യം കിട്ടി, ഭാര്യയെ തിരിച്ച് കിട്ടി, ഭോഗങ്ങളൊക്കെ കിട്ടി. ആ സമയത്ത് ഈ സുഗ്രീവൻ വേണ്ടതുപോലെ ഉത്സാഹത്തോടു കൂടിയിട്ട് തൻ്റെ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന് തോന്നുകയാണ്. മന്ദധർമാർത്ഥ സംഗ്രഹം അത്യർത്ഥഞ്ച അസതാം മാർഗം ഏകാന്തഗതമാനസം. അസന്മാർഗത്തിൽ പെട്ടുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീകളുള്ള സേവന മദ്യപാനമൊക്കെ വർദ്ധിച്ച് സുഖഭോഗാലസനായി കഴിയാണ്. ആ സമയത്താണ് ഹനുമാൻ എന്ന് പറഞ്ഞത്. ഇച്ഛിച്ച കാര്യം സാധിച്ച ശേഷം പ്രമദകളിൽ സ്ത്രീകളിൽ മനസ്സ് വെച്ചിട്ട് സ്വാന്തപത്നിയും അഭിപ്രേതാം താരാഞ്ചാ വിസ്വമീപ്സിതാം. എനിക്ക് അധികൃതയായ പത്നിയായ രുമയെ മാത്രമല്ല ജ്യേഷ്ഠഭാര്യയായ താരയും അയാൾ വശത്താക്കി, അവളെ പ്രാപിച്ചു എന്നർത്ഥം. അങ്ങനെ ഇരിക്കാൻ മനോരഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു. താരയെ തൻ്റെ വശത്തിലാക്കി അഹോരാത്രം കാമക്കേടുകളിൽ മുഴുകിയതാണ്. വിഹരന്തമഹോരാത്രം കഥാർത്ഥം വിഗതജ്വരം. അതായത് ഭോഗങ്ങളിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അതിൽ നിന്ന് നിവർത്തിക്കണം തോന്നുകയില്ല. ദുഃഖങ്ങളാകട്ടെ വന്ന് വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേഗം മോചനം പ്രാപിക്കണമെന്ന്, ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആലോചിക്കും. സുഖങ്ങളില്ല. അതുകൊണ്ടാണ് ചിന്തകന്മാർ സുഖത്തെയാണ് ഭയപ്പെടുന്നത്. സുഖത്തിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ ധർമ്മമാർഗങ്ങളൊക്കെ അതോടെ ദുർബലമായിത്തീരും. സുഖത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം വേണമെന്നുള്ള വിചാരമേ ഉണ്ടാവില്ല. കാലം കഴിഞ്ഞു പോകുന്ന അറിയില്ല. അങ്ങനെ കഴിച്ചുവിട്ടാണ്. ക്രീഡന്തമോദേവേശം ഗന്ധർവാപ്സരസാങ്കണൈ മന്ത്രിഷു ന്യസ്തകാര്യഞ്ച മന്ത്രിണാം അനവേക്ഷകം. രാജ്യകാര്യങ്ങളൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചു നിർത്തും. സുഖഭോഗങ്ങളിൽ തന്നെ ലയിച്ച് കഴിയായിരുന്നു സുഗ്രീവൻ. മന്ത്രിമാരെ ഏൽപ്പിച്ചാൽ എന്നാൽ മന്ത്രിമാർ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്തില്ല എന്നർത്ഥം. ഇനി രാജ്യം നഷ്ടപ്പെടും എന്നുള്ള സന്ദേഹമൊന്നും തൽക്കാലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സുഗ്രീവനോട് ഹനുമാൻ പറയുകയാണ്. ഈ ഹനുമാൻ എങ്ങനെയുള്ളവനാണ്? നിശ്ചിതമായ ലക്ഷ്യത്തിൽ ഉറപ്പുള്ളവനാണ്, കാലധർമ്മങ്ങളെ വിശേഷജ്ഞാനമുള്ളവനാണ്, വാക്യം പറയുന്നതിന് സാമർഥ്യമുള്ള ആളാണ്. അത് ഹനുമാൻ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ തന്നെ കാണിച്ചല്ലോ. വാക്ക് വഹിക്കുന്നതിന് ദഗ്ധനാണ്. അങ്ങനെയുള്ളതാണ് ആ ഹനുമാൻ. ഹിതം തഥ്യഞ്ച പഥ്യഞ്ച സാമധർമാർത്ഥനീതിമൽ. അങ്ങനെയുള്ള ഹനുമാൻ എന്നിട്ട് വാക്ക് പറഞ്ഞു എന്നാണ്. ഇങ്ങനത്തെ വാക്കാണ് ഹിതമായതും
സത്യമായതും പഥ്യമായതുമാണ്. പഥ്യം എന്ന് പറഞ്ഞാൽ ഏതൊന്നും ആചരിക്കുന്നുകൊണ്ടാണോ ആചരിക്കുന്നയാൾക്ക് ക്ഷേമം സ്വാസ്ഥ്യം ഉണ്ടാകും, അതാണ് പഥ്യം. രോഗികൾക്കൊക്കെ പഥ്യം നിർദ്ദേശിക്കാറുണ്ടല്ലോ, ഇന്ന് ചെയ്യാൻ പാടില്ല, ഇന്ന് ഭക്ഷ്യവസ്തുക്കൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ന ശീലങ്ങൾ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയും. അവരുടെ ശരീരത്തിൻ്റെ നല്ല നിലനിൽപ്പിന് ആവശ്യമായതാണ് പഥ്യം. തഥ്യച്ച സത്യം തന്നെ, സത്യമായ വാക്കാണ്. പ്രിയമായ വാക്ക് പറഞ്ഞു എന്നല്ല, മറിച്ച് ഹിതമായ വാക്ക് പറഞ്ഞു അർത്ഥം. ഹിതം തഥ്യഞ്ച പഥ്യഞ്ച സാമധർമാർത്ഥനീതി നീതിയോടുകൂടിയതും സാമത്തെ അനുസരിക്കുന്നതായ വാക്ക്. പ്രണയ പ്രീതി സംയുക്തം വിശ്വാസകൃത നിശ്ചയം. താൻ പറയുന്നതിൽ നല്ല വിശ്വാസമുള്ളവനായിട്ട് താൻ നല്ല കാര്യത്തിലാണ് പറയുന്നതിന് ബോധ്യത്തോട് കൂടിയിട്ട് ഹനുമാൻ ചെന്നിട്ട് പറഞ്ഞു. ആ ഹനുമാനെ വാക്കുകളെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത്. മിത്രാണാം സംഗ്രഹശേഷ തദ്ഭവൻ കർത്തും അർഹതി യോഗി മിത്രേഷു കാലജ്ഞ സതതം സാധു പറഞ്ഞതേ. എന്താണ് പറഞ്ഞത്? സുഗ്രീവനോട് പറഞ്ഞു, അങ്ങ് കാലസ്ഥിതിക്ക് വേണ്ടതുപോലെ ചെയ്യേണ്ടതാണ്. അങ്ങക്ക് ആ രാമനുമായിട്ടുള്ള സഖ്യം കൊണ്ട് അങ്ങ് മോഹിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞു, രാജ്യം ലഭിച്ചു, ഭാര്യയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങ് എന്താ ചെയ്യേണ്ടത്? ഈ ഭോഗസുഖങ്ങളുള്ള അത്യാസത്തെ ഉപേക്ഷിച്ചിട്ട് രാമൻ എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് ചെയ്യണം. മിത്രാർത്ഥം അഭിനീതാർത്ഥം യഥാ അവൽക്കർത്തും അർഹസി. മിത്രമായിരിക്കുന്ന രാമനോട് എന്ത് വാഗ്ദാനം ചെയ്തോ അത് വേണ്ടതുപോലെ ഇപ്പം ചെയ്യേണ്ട സമയമാണ്. അതിനങ്ങനെ ബാധ്യതയുണ്ട്. സന്ധിജ്യ സർവകർമാണി മിത്രാർത്ഥേയോ ന വർത്തതേ സംഭ്രമാദ്വികൃതോത്സാഹ സോ അനർത്ഥേന അവരുദ്ധ്യതേ. ആരാണോ ബന്ധുക്കളോട് മിത്രങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ വേണ്ട പോലെ ഉത്സാഹിക്കാത്തത്, അങ്ങനത്തെ ആൾക്ക് ധാരാളം തരത്തിലുള്ള ദോഷം വന്നു വരും, ആപത്ത് വന്നു വിടും. രാമനെ കൊണ്ട് തനിക്ക് കിട്ടുന്നോ കിട്ടി, രാമൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായ പ്രത്യുപകാരം വേണ്ട പോലെ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങേക്ക് ആപത്തുണ്ടാവും എന്നർത്ഥം. അതുകൊണ്ട് യോഹി കാലവ്യതീതേഷു മിത്രകാര്യേഷു വർത്തതേ സകൃത്വ മഹതോക്തർത്ഥൻ മിത്രാർത്ഥേന യുജ്യതേം. ചെയ്യേണ്ട കാലത്ത് വേണ്ടത് ചെയ്യാതെ കാലം കഴിച്ചു കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മിത്രമായിരിക്കുന്നവൻ ശത്രുവായിത്തീരും. കാര്യം വേണ്ട പോലെ നടത്തിയില്ലെങ്കിൽ അങ്ങേക്ക് തന്നെ ദോഷമായിത്തീരും. അതുകൊണ്ട് മിത്രകാര്യം ചെയ്യാൻ ഇപ്പോൾ കാലം അതിക്രമിച്ചു, മഴക്കാലം കഴിഞ്ഞു, അതുകൊണ്ടത് കൊണ്ട് ഉത്സാഹിക്കണ്ടെന്ന് പറയാൻ. അതുകൊണ്ട് തതിതം മിത്രകാര്യം ന കാലാതീതമരിന്തമ ക്രിയതാം രാഘവസ്യൈതൽ വൈദേഹ്യാപരിമാർഗണം. എന്താണ് സുഗ്രീവൻ ചെയ്യേണ്ടത്? സീത എവിടെയുള്ളത് അന്വേഷിക്കാൻ വേണ്ടി വാനരന്മാരയക്കണം, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അത് കാര്യം മാത്രം പ്രസക്തമായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ രാമൻ്റെ ക്രോധം അങ്ങനെ ഉണ്ടാവും. അങ്ങ് മനസ്സിലാക്കിക്കോളൂ, വാലിയെ കൊന്നതായ ബാണങ്ങളൊക്കെ രാമൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് രാമന് അപ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ സുഗ്രീവൻ്റെ ഭാവിക്കും സുഗ്രീവൻ്റെ സുഖത്തിനുമൊക്കെ വിപരീതം ഉണ്ടാവുകയെന്നർത്ഥം. അവിടെ നഹിതാവദ്ഭവേൽക്കാലോ വ്യതീതസ്തോദനാദതേ ചോദിതസ്യൈകാര്യസ്യ ഭവേ കാലവ്യതിക്രമാം. ഇങ്ങോട്ട് പ്രചോദിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് രാമൻ വന്നിട്ട് കാര്യം ചെയ്യുമെന്ന് രണ്ടാമത് പറയാൻ ഇടവരുത്തരുത്. അതിനു മുമ്പ് ചെയ്യാണ് ബന്ധുക്കൾ വേണ്ടത്. അല്ലാതെ അയാളൊന്ന് നിർബന്ധിക്കുകയും തിരക്ക് കൂട്ടിയാലേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങോട്ട് വന്ന് പ്രചോദിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട ചെയ്യണമെന്നർത്ഥം. അതേസമയം ആർക്കാണോ ഇപ്പോഴാവശ്യമുള്ളത്, ഇപ്പോൾ രാമനാണല്ലോ സീതാന്വേഷണത്തിന് അയക്കേണ്ട ആവശ്യം, അത് രാമൻ പറഞ്ഞിട്ടേ ചെയ്യുമെന്ന് വന്നാൽ പിന്നെ കാലത്ത് ചെയ്തൊന്നും വരില്ല. അതുകൊണ്ട് അങ്ങ് വേണ്ട പോലെയൊക്കെ ചെയ്യണം എന്ന് ഉപദേശിച്ച് കൊടുക്കാൻ. ആ രാമനാകട്ടെ അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്തു എന്നാണ്. പ്രാണത്യാഗാഭിശങ്കേന കൃതന്തേന മഹനിൽ പ്രിയം. തൻ്റെ പ്രാണത്തെ പോലും തിരിക്കാതൊക്കെ ഉള്ള ത്യാഗങ്ങളൊക്കെ രാമൻ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ദേവദാനവ ഗന്ധർവാസുര സമരുഗണ നദക്ഷയാഭയന്തസ്യാകുര്യു കിമിവ രാക്ഷസാം. ഈ രാമൻ്റെ വീര്യമൊക്കെ അങ്ങ് വേണ്ട പോലെ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ദേവദാനവ ഗന്ധർവന്മാരൊന്നും ഭയമില്ലാത്ത ആളാണ്. അവർക്കൊന്നും ഈ രാമനെ ഭയപ്പെടുത്താൻ കഴിയില്ല. യക്ഷന്മാർക്കോ ഗന്ധർവന്മാർക്കോ കഴിയില്ല. മരുത്തുക്കൾക്ക് സാധിക്കില്ല. മരുത്തുക്കൾ ദേവഗണാണ്, അങ്ങനത്തെ ശക്തിയുള്ളവനാണ്. തദേവം ശക്തിയുക്തസ്യ പൂർവം പ്രകൃതിതസ്തഥാ രാമസ്യ അർഹസി വിങ്കേശ കർത്തും സർവാത്മനാപ്രിയം. അതുകൊണ്ട് ആ രാമന് പ്രിയമായത്, രാമന് ആവശ്യമുള്ള സംഗതികൾ ചെയ്യാൻ ഞങ്ങൾ എല്ലാ തരത്തിലും പ്രത്യുപകാരം ചെയ്തേ പറ്റുള്ളൂ. ആ പ്രത്യുപകാരത്തെ ആ രാമൻ അർഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തദാജ്ഞാപയകക്ഷം കൃതോ ഭാവിവ്യോ ചെയ്തു. അവിടെ അങ്ങ് സ്വന്തം ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വാനന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. കോടിക്കണക്കിന് വാനന്മാരുണ്ട്. അവരെവിടെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതാണെന്ന് ആജ്ഞാപിക്കണം. രാജാവ് എന്നുള്ളവർക്ക് അതിന് വേണ്ടതൊക്കെ ചെയ്യണം. ഇതൊക്കെ കേട്ടപ്പോൾ സുഗ്രീവൻ ഈ കാമകോലാഹലങ്ങളിൽ മുഴുകി കഴിയുന്ന ആളാണെങ്കിലും ഹനുമാൻ്റെ തൻ്റെ മന്ത്രിയായ ഈ മാരുതിയുടെ ധർമാർത്ഥയുക്തമായ വാക്കൊക്കെ കേട്ടപ്പോൾ തസ്യ തദ്വചനം ചത്വാ കാലേ സാധു നിരൂപിതം സ്വഗ്രീവ സത്വസമ്പന്ന ചകാരമതി ഉത്തമം ആണ് വേണ്ടതായ പ്രവൃത്തികളിലേക്ക് ഉണർന്നു നടത്തും. അത് പൊതുവെ അത്ര മോശക്കാരനായിരുന്ന ആളല്ല സുഗ്രീവൻ. പക്ഷേ കാമങ്ങളൊക്കെ കൈവന്നപ്പോൾ കുറേ കാലമായി വിട്ടുപോയിരുന്ന സുഖങ്ങളൊക്കെ തിരിച്ചു വന്നപ്പോൾ അതിൽ മുഴുകിപ്പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട ഉടനെ തന്നെ ചെയ്തു സൈന്യങ്ങളൊക്കെ ശേഖരിക്കാനും എല്ലാവരോടും നല്ല മുമ്പിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. സന്ധിദേശാതിമതിമാൻ നീലം നിത്യമുദ്യമം. നീലൻ മുതലായ വാനരന്മാർ ഒക്കെ സുഗ്രീവൻ്റെ മന്ത്രിമാരിൽപ്പെടുന്ന ആളുകളാണ്. അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എല്ലാ സൈന്യങ്ങളോടും എത്തിച്ചേരാൻ പറയണം. അതായത് കിഷ്കിന്ധയിലേക്ക് എത്തിച്ചേരണം. നാനാഭാഗത്തായിട്ടാണ് വാനരന്മാർ താമസിക്കുന്നത്. പല പ്രദേശങ്ങളിലാണ്. അവർക്കൊക്കെ ആളയക്കണം, അവരൊക്കെ കൊണ്ടുവരണം. അതിർത്തി കാക്കുന്നവരും ഉത്സാഹശീലന്മാരും വേഗശാലികളുമായ ആൾക്കാരൊക്കെ ഇവിടുത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് വേണമല്ലോ നിർദ്ദേശമൊക്കെ കൊടുക്കാൻ. അതെങ്ങനെ വരണം? അവർ എത്ര പഞ്ചരാത്രാദൂർധ്വം വാനരാം. എന്തൊക്കെയാണോ വേണ്ട അതൊക്കെ ചെയ്യണം. 15 ദിവസത്തിലൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്തിരി പഞ്ചരാത്ര പഞ്ചത്തെ 5 3 5 15 ദിവസങ്ങളിൽക്കൂടെ ദിനരാത്രങ്ങൾക്കുള്ള അവരെത്തിക്കണം. അഥവാ ആരെങ്കിലും എത്താത്തവരെയോ തസ്യ പ്രാണാന്തികോദണ്ഡോ വിചാരണ. അവരെ പ്രാണൻ തന്നെ നഷ്ടപ്പെടും. അവരെ പ്രാണൻ എടുത്തുകൊണ്ട് അവരെ വധിക്കുന്നർത്ഥം. ഇതാണ് സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത്. വളരെ കഠിനമായ സുഗ്രീവൻ്റെ ആജ്ഞ. 15 ദിവസത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നോളണം. ഹരിം വൃദ്ധാനുപയാതു സംഗതോ ഭവാൻ മമ അജ്ഞാമധികൃത്യ നിശ്ചിതാം വിധി വ്യവസ്ഥാം ഹരിപുങ്കവേശ്വരോ വിധായ വിസ്മേ പ്രവേശ വീര്യവാൻ. ഇങ്ങനെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ആ വാനരാജാവായ സുഗ്രീവൻ വീണ്ടും അരമനയിലേക്ക് പോയി. അരമന അത് തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് തന്നെ പോയിന്നാണ്. പിന്നെ സുഖഭോഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ ലക്ഷണം വന്നിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ തുടർന്നുള്ള സർഗ്ഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ 29 സർഗ്ഗത്തോട് കൂടിയിട്ട് ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ടുള്ളത് വാനന്മാരൊക്കെ എത്തിച്ചേരുന്നു, അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അതൊക്കെ അവിടെ വിശദമായി പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.